Electric potential at any general point due to a dipole. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഡൈപോളിൽ ഏതെങ്കിലും ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പം നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ആക്സിൽ കൺസിഡർ ചെയ്തു, അതിന് മുമ്പ് നമ്മൾ ഇക്വട്ടോറിയൽ പോയിന്റ് കൺസിഡർ ചെയ്തു. പക്ഷേ ഇതിൽ നമ്മളൊരു ജനറൽ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡൈപോൾ വരയ്ക്കുക. ഡൈപോൾ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് r ഡിസ്റ്റൻസ് എപ്പാർട്ടിൽ പോയിന്റ് P കൺസിഡർ ചെയ്തു. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പുറത്തും ഇപ്പുറത്തും സ്പ്ലിറ്റ് ആവും അല്ലേ. 2a എന്ന് പറയുന്നതിന് a ആയിട്ടും സ്പ്ലിറ്റ് ആവും. ഇനി നമ്മൾ a to P എന്ന ഡിസ്റ്റൻസ് r1 ആയിട്ടും b to P എന്ന ഡിസ്റ്റൻസ് r2 ആയിട്ടും എടുത്തു. ഇനി നോക്കിയേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പ്ലസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ബി. ഇതിൻ്റെ രണ്ടിൻ്റെയും സം അല്ലേ, ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലേ പിയിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ എഴുതാം? KQ/R ആണ്. ഇതാണ് ജനറലി എഴുതുന്നത്. അപ്പോൾ വി എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? K ഇൻറ്റു അടുത്ത ചാർജ് ചെയ്താ -Q ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R1 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -Q/R1. അതേപോലെ വി ബി എന്ന് പറയുന്നത് നോക്കിയേ, K ഇൻറ്റു ബിയിലെ ചാർജ് Q ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R2 ആണ്. അപ്പം Q/R2. ഇതിൽ R1ഉം R2 അറിയില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാല്യൂസിനെ നമുക്കൊരു കോമൺ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ Rൻ്റെ ടേമിൽ ഞാൻ എങ്ങനെ R1ഉം R2ഉം എഴുതുന്നു, അതാണ് നമ്മൾ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം R1നെയും R2നെയും Rൻ്റെ ടേമിൽ എഴുതണം. അപ്പം ആദ്യം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ R1 Rനേക്കാളും കൂടുതലാണ്. നോക്കിയേ, R1 എന്ന് പറയുന്നത് Rനേക്കാളും കൂടുതലാണ്. അതേപോലെ R2നേക്കാളും കൂടുതലാണ് R എന്ന ഡിസ്റ്റൻസ്. R2നേക്കാളും കൂടുതലാണ് R എന്ന ഡിസ്റ്റൻസ്. ഈ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഏതെന്ന് ഏത് കുറയ്ക്കണം, ഏതെന്ന് ഏത് കൂട്ടണം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് R കിട്ടണമെങ്കിൽ എനിക്ക് R1 എന്ന് എന്തോ കുറയ്ക്കണം. അതേപോലെ R2 കിട്ടണമെങ്കിൽ R2ൻ്റെ കൂടെ എന്തോ കൂട്ടിയാലാണ് R കിട്ടുക. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി R1നെ എനിക്ക് എങ്ങനെ എഴുതാം? R1ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ R1നെ എങ്ങനെ എഴുതാം? R1 എന്ന് പറയുന്നത് AP അല്ലേ. അപ്പോൾ AP എന്ന് പറയുന്നത് PO എന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് APൻ്റെ എത്ര ആക്കി നമ്മളിവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഈ പോയിന്റ് C ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇപ്പം നോക്കിയേ, AP എന്ന് പറയുന്നത് PC ആയിട്ട് ഈക്വൽ ആണ്. AP എന്ന് പറയുന്നത് PC ആയിട്ട് ഈക്വൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? PCനെ എനിക്ക് PO പ്ലസ് OC ആയിട്ട് എഴുതിക്കൂടെ? PO പ്ലസ് OC ആയിട്ട് എഴുതാം. ഇനി നോക്കുമ്പം POൻ്റെ വാല്യൂ എന്താ? ഇവിടെ PO എന്ന് പറയുന്നത് R ആണ് അല്ലേ. അപ്പോൾ R പ്ലസ് OCൻ്റെ വാല്യൂ നമുക്കറിയില്ല. അതായത് ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്കിതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ പോരെ. അതായത് ACO. ഇനി AOൻ്റെ വാല്യൂ നമുക്കറിയാം, A ആണെന്നറിയാം. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റയായിരിക്കും അല്ലേ. അത് നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു ഇതാണ്, അതറിയാം. അപ്പം ഇത് തീറ്റ. ഇനി നോക്കിയേ, എനിക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കണം? കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കണ്ടേ. കോസ് തീറ്റയുടെ ഇതെന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ. ഹൈപ്പോട്ടനസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് അറിയില്ല, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് A ആണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് OC എന്ന് പറഞ്ഞാൽ A കോസ് തീറ്റ അല്ലേ. ഈ സാധനം ഇങ്ങോട്ട് പോയിട്ട് ഇൻറ്റു ആകുമ്പോൾ നമുക്ക് OC കിട്ടും. അപ്പോൾ OC എന്ന് പറയുന്നത് A കോസ് തീറ്റ. അപ്പോൾ OCനെ എങ്ങനെ എഴുതാം? R പ്ലസ് A കോസ് തീറ്റ. ഇതെന്ന് പറയുന്നത് എന്താ? AP ആണ്. AP എന്ന് പറഞ്ഞാൽ എന്താ? AP എന്ന് പറഞ്ഞാൽ R1 ആണ്. അപ്പോൾ R1ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടി R പ്ലസ് A കോസ് തീറ്റ. ഓക്കെ, ഇനി നമ്മൾ R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. R2 എന്ന് പറയുന്നത് നോക്കിയേ, R2 PB ആണ് അല്ലേ. PB ആണ്. ആൻഡ് ഇവിടെ ഇതേപോലെ PB എന്ന് പറയുന്നത്
POനേക്കാളും കുറവാണ് അല്ലേ? POനേക്കാളും PB കുറവാണ്. എത്ര കുറവാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് എക്സ്റ്റെൻഡ് അല്ല, ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ പോയിന്റ് B എന്ന ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇപ്പം നോക്കുമ്പോൾ ലെറ്റ് ആ പോയിന്റ് B D ആണ്. അപ്പോൾ ഇപ്പം നോക്കിയേ, PB എന്ന് പറയുന്നതും PD എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ? PB എന്ന് പറയുന്നതും PD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതായത് ഇവിടെ R2 ആണെങ്കിൽ ഇത് R2 ആണ്. അപ്പോൾ ഈ ടോട്ടൽ R ന്ന് ഈ ചെറിയ ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോഴാണ് എനിക്ക് PD കിട്ടുന്നത് അല്ലേ? ടോട്ടൽ R ന്ന്, അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? ടോട്ടൽ R. അപ്പോൾ ആദ്യം നമുക്ക് PB ആണ് വേണ്ടത് അല്ലേ? PB എന്ന് പറയുന്നത് ടോട്ടൽ PO ന്ന് എന്ത് കുറയ്ക്കണം? OD കുറയ്ക്കണം. OD കുറയ്ക്കുമ്പോഴാണ് എനിക്ക് ഈ R2 എന്ന ഡിസ്റ്റൻസ് കിട്ടുന്നത്. അതായത് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പം ഈ ലെങ്ത്തും ഈക്വലായി. അപ്പോൾ ഈ R2 എന്ന് കിട്ടണമെങ്കിൽ ടോട്ടൽ എന്ന് ഈ കുഞ്ഞ് ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോഴാണ് എനിക്ക് R2 കിട്ടുന്നത്. ഓക്കെ, ഇനി PO എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? PO എന്ന് പറയുന്നത് PO എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 6 ആണ്. OD അറിയില്ല. OD എങ്ങനെ കണ്ടുപിടിക്കാം? OD കണ്ടുപിടിക്കണമെങ്കിൽ സെയിം, ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെയാണ് തീറ്റ ഉള്ളത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് A ആണെന്നറിയാം. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? OD. ഓക്കെ, അഡ്ജസൻറ്റ് അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസൻറ്റ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസൻറ്റ് സൈഡിൻ്റെ ഇക്വേഷൻ എന്താ? കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് OD ബൈ ഹൈപ്പോട്ടനസ് OB. ഹൈപ്പോട്ടനസ് OBനെ നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഹൈപ്പോട്ടനസ് OB എന്ന് പറയുന്നത് A ആണ്. അതിൻ്റെ വാല്യൂ A ആണ്. അങ്ങനെയാണെങ്കിൽ OD എന്ന് പറയുന്നതിന് A കോസ് തീറ്റ ഇങ്ങനെ എഴുതാം. A കോസ് തീറ്റ. അപ്പോൾ ODക്ക് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു R മൈനസ് A കോസ് തീറ്റ. ഇതെന്ന് പറയുന്നത് PB ആണ്. PB എന്ന് പറഞ്ഞാൽ എന്താ? R2 ആണ്. അപ്പോൾ നമ്മൾ R1നും R2നും സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചു. R1 എന്ന് പറയുന്നത് R പ്ലസ് A കോസ് തീറ്റ, R2 എന്ന് പറയുന്നത് R മൈനസ് A കോസ് തീറ്റ. ഇനി ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പോൾ നോക്കിയേ, VA എന്ന് പറയുന്നത് K ഇൻറ്റു മൈനസ് Q ബൈ R1 ആണ്. R1നെ എന്താ ചെയ്ത? K ഇൻറ്റു മൈനസ് Q ബൈ R1 എന്ന് പറയുന്നത് R പ്ലസ് A കോസ് തീറ്റ. അതേപോലെ VB എന്ന് പറയുന്നത് KQ ബൈ R2 ആണ്. അതിനെ എങ്ങനെ എഴുതാം? KQ ബൈ R മൈനസ് A കോസ് തീറ്റ. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ VA പ്ലസ് VB എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, V is equal to VA plus VB എന്ന് വെച്ചാൽ KQ, ഈ മൈനസിന് ഞാൻ പുറത്തെടുത്ത് എഴുതുന്നു, R പ്ലസ് A കോസ് തീറ്റ പ്ലസ് KQ ബൈ R മൈനസ് A കോസ് തീറ്റ. നോക്കിയേ, ഡിനോമിനേറ്റർ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ വാല്യൂസിനെ പുറത്തെടുക്കാം. ഇവിടുത്തെ കോമൺ വാല്യൂസ് എന്തൊക്കെയാണ്? K ഉണ്ട്, Q ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? KQ, അതിൻ്റെ ഉള്ളിൽ മൈനസ് അവിടെയുണ്ട്, മൈനസ് 1 ബൈ R പ്ലസ് A കോസ് തീറ്റ പ്ലസ് 1 ബൈ R മൈനസ് A കോസ് തീറ്റ. ഓക്കെ, ഇനി നോക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെ ചെയ്യാം? ഇത് ഇൻറ്റു -1 പ്ലസ് ഇത് ഇൻറ്റു +1 ഇൻറ്റു ഈ രണ്ട് ഡിനോമിനേറ്റർ അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതാം? മൈനസ് R മൈനസ് A കോസ് തീറ്റ. ഇത് എഴുതുമ്പോൾ എന്തായാലും ബ്രാക്കറ്റ് ഇടണം, കാരണം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈന് മാറും. പ്ലസ് R പ്ലസ് A കോസ് തീറ്റ ബൈ ഇൻറ്റു ചെയ്യണം R പ്ലസ് A കോസ് തീറ്റ ഇൻറ്റു R മൈനസ് A കോസ് തീറ്റ. ഇതൊന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ KQ അവിടെ ഉണ്ട്. നോക്കിയേ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് R, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് A കോസ് തീറ്റ പ്ലസ്
ആർ പ്ലസ് എ കോസ് തീറ്റ ബൈ ഇത് നോക്കി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്താ, എയും ഇത് ബിയും ആണ്. അപ്പോൾ നോക്കി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോമുലയല്ലേ, എന്ന് വെച്ചാൽ എന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ അതിങ്ങനെ എഴുതാം, എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ആർ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി നോക്കിയേ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആക്കാം, പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസൽ ആക്കാം. എ കോസ് തീറ്റയും എന്താവും, 2a കോസ് തീറ്റയാവും. അപ്പോൾ കെ ക്യൂ ഇൻറ്റു 2a കോസ് തീറ്റ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഇഫ് ആർ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ ദെൻ വി ക്യാൻ നെഗ്ലക്റ്റ് എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും, കെ ക്യൂ 2a കോസ് തീറ്റ ബൈ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടേം മൊത്തത്തിൽ നെഗ്ലക്റ്റ് ചെയ്യാണ്. അപ്പോൾ ആർ സ്ക്വയർ. ഇനി നമുക്കറിയാം ഇവിടെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നോക്കിയേ 2a ഇൻറ്റു ക്യൂ, നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ, പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് 2aq അല്ലേ. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എങ്ങനെയാവും, കെ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ കെ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇനി നോക്കിയേ ഇതിൽ തന്നെ നമുക്ക് ആക്സിയൽ പോയിന്റിൽ അല്ലെങ്കിൽ ഇക്വട്ടോറിയൽ പോയിന്റിലുള്ളത് കണ്ടുപിടിക്കാം. ആക്സിയൽ പോയിന്റിൽ കോസ് തീറ്റ എന്തായിരിക്കും, തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ആക്സിയലിൽ തീറ്റ 0 ആയിരിക്കും. അപ്പോൾ ഇതിന് വാല്യൂ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, കെ പി കോസ് 0 ബൈ ആർ സ്ക്വയർ. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 അല്ലേ. അപ്പോൾ കെ പി ബൈ ആർ സ്ക്വയർ. ഇതാണ് അറ്റ് ആക്സിയൽ. ഇനി ഇക്വട്ടോറിയലിൽ എന്തായിരിക്കും തീറ്റ, ഇക്വട്ടോറിയലിൽ തീറ്റ എന്ന് പറയുന്നത് 90 ആയിരിക്കും. അപ്പോൾ കെ പി കോസ് 90 ബൈ ആർ സ്ക്വയർ. അപ്പോൾ കോസ് 90 എന്ന് പറയുന്നത് എന്താ, 0 ആണ്. അപ്പോൾ ടോട്ടൽ 0 ആണ്. ഇതല്ലേ ഇക്വട്ടോറിയലിൽ. അപ്പോൾ നമ്മളൊരു ജനറൽ പോയിന്റിൻ്റെ കണ്ടീഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആക്സിയലും ഇക്വട്ടോറിയലും കിട്ടും. അപ്പം നമുക്ക് ആൻസർ എന്ന് പറയുന്നത് കെ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ.